കാസർഗോഡ് ബേഡകം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കള്ളക്കേസെടുക്കാൻ CPIM നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ CPIM നേതാക്കൾ നിർബന്ധിച്ചെന്നാണ് കണ്ടെത്തൽ. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചെയ്യുന്നു. അരുൺ പാറയ്ക്കൽ, നിഷ്പക്ഷമായി ജോലി ചെയ്യുന്നതിനിടെ സമ്മർദ്ദം ചെലുത്തി കള്ളക്കേസെടുക്കാൻ നിർബന്ധിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഗൗരവകരമായ റിപ്പോർട്ടാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലം? സുഹൈല്, 26-ാം തീയതിയിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഉദുമ മണ്ഡലത്തിലെ 2 ബൂത്തുകളിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരെ CPIM വനിതാ നേതാവ് ബേഡകം സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഈ പരാതി അന്വേഷിക്കാൻ ഗ്രേഡ് AIC ആയിരുന്ന വിജയനെ ഉന്നത ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തുന്നു. യൂത്ത് കോൺഗ്രസ് ഈ കേസ് വ്യാജ പരാതിയാണ്, കള്ളക്കേസാണെന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്നു. എന്നാൽ CI ഇടപെട്ട് കേസെടുക്കില്ല, പകരം മാർച്ച് പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് CPIM നേതാക്കൾ ഗ്രേഡ് AICക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു എന്ന ആരോപണം ഉയർന്നു വന്നത്. സമ്മർദ്ദം ശക്തമായ സമയത്ത് സഹപ്രവർത്തകരോട് ഈ ഗ്രേഡ് AIC ഈ കാര്യം തുറന്നു പറയുകയും ചെയ്യും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പിറ്റേ ദിവസം അദ്ദേഹത്തെ ആത്മഹത്യക്ക് ശ്രമിച്ച് അവശനിലയിലായി ക്വാർട്ടേഴ്സിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. CPIM നേതാക്കളുടെ സമ്മർദ്ദം ഗ്രേഡ് AIC വിജയനുമേൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സഹപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഗ്രേഡ് AIC വിജയന്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗുരുതരമായ ഒരു നടപടി ഇവിടെ ഉണ്ടായിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ, നിഷ്പക്ഷമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാവുന്നു എന്നാണ് മനസ്സിലാവുന്നത്. സുഹേൽ, ശരി, അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൗരവകരമായ കണ്ടെത്തലാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യേണ്ടവരല്ല പോലീസ്, മറിച്ച് ക്രമസമാധാന നിർവഹണം അത് കൃത്യമായി നിഷ്പക്ഷമായി ചെയ്യേണ്ടവരാണ്. അത് ചെയ്യാൻ നിർബന്ധിക്കാത്തത് അതൊരു പോലീസുകാരന്റെ ആത്മഹത്യാ ശ്രമത്തിന് പോലും വഴിവെക്കുന്നു എന്നത് ഗൗരവകരമായി ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്.